ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വയറിംഗ് സിസ്റ്റത്തിലെ 7ാമത്തെ ക്ലാസ്സാണ്. ചർച്ച ചെയ്യുന്നത് ഫ്യൂസുകളെ പറ്റിയാണ്. അപ്പോൾ എൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. അറ്റ് ദി എൻഡ് ഓഫ് ദിസ് ക്ലാസ് ട്രെയിനി ഷാൾ ബി ഏബിൾ ടു ഒന്നാമതായിട്ട് എക്സ്പ്ലെയിൻ ദി പർപ്പസ് ഓഫ് ദ ഫ്യൂസ് ഇൻ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ ഫ്യൂസിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളതാണ് ഒന്നാമതായിട്ട് ചർച്ച ചെയ്യുന്നത്. പിന്നെ ക്ലാസിഫൈ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്യൂസസ് ആൻഡ് ദെയർ യൂസസ്. ഫ്യൂസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പും അതുതന്നെ അതിൻ്റെ ഉപയോഗങ്ങൾ ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് പർപ്പസ് ഓഫ് ഫ്യൂസിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളതാണ്. അതിൽ ഫ്യൂസ് ഈസ് എ സേഫ്റ്റി ഡിവൈസ് യൂസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് എ സർക്യൂട്ട് അഗെയിൻസ്റ്റ് എക്സസ് കറണ്ട്. നമുക്കറിയാം ഫ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു സേഫ്റ്റി ഡിവൈസാണ്. അത് ഉപയോഗിക്കുന്നത് ഒരു സർക്യൂട്ടിൽ എക്സസ് കറണ്ട്, കൂടുതൽ കറണ്ട്, നമ്മൾ തീരുമാനിച്ചതിലും കൂടുതൽ കറണ്ട് ഒഴുകുന്നതിൽ നിന്നും ആ സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയാണ് ഫ്യൂസുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ എക്സസ് കറണ്ട് ഒഴുകിയാൽ, എക്സസ് കറണ്ട് ഒരു ഫ്യൂസ് നമ്മൾ കൊടുത്തു, എക്സസ് കറണ്ട് ഒഴുകിയാൽ എന്താ സംഭവിക്കുക? ഇതിൻ്റെ ഫ്യൂസ് എലമെൻറ്റ്, നമ്മൾ കൊടുത്ത ഫ്യൂസിൻ്റെ എലമെൻറ്റ് മെൽറ്റാവും, ഉരുകും. എന്നിട്ട് എന്ത് ചെയ്യും? ആ സർക്യൂട്ടിന് ഓപ്പൺ ആവും. അത് അങ്ങനെ എന്ത് ചെയ്യും? ആ സർക്യൂട്ടിനെ ഡാമേജിൽ നിന്നും ഈ ഫ്യൂസ് പ്രൊട്ടക്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ഫ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു സേഫ്റ്റി ഡിവൈസാണ്. അത് സർക്യൂട്ടിലൂടെ എക്സസ് കറണ്ട് ഒഴുകുന്നതിനെ തടയാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഫ്യൂസ്. അത് എന്താണ് അതിനുള്ളിൽ സംഭവിക്കണമെന്ന് വെച്ചാൽ, എക്സസീവ് കറണ്ട് ഒഴുകിയാൽ അതിൻ്റെ എലമെൻറ്റ് ഉരുകിപ്പോകും. നമുക്കറിയാം, നമ്മൾ കിറ്റ്കാറ്റ് ഫ്യൂസ് എന്താണ്, സാധാ ഫ്യൂസ് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഉള്ളിൽ ഉരുകിപ്പോയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും മാറ്റുന്നതാണ്, അല്ലേ, റീപ്ലേസ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇനി സിമ്പൽ നോക്കാം. സിമ്പൽ ജനറൽ സിമ്പൽ, ഫ്യൂസിൻ്റെ ജനറൽ സിമ്പലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്യൂസിനെ പറ്റി ചെറിയ രീതിയിലൊന്ന് പറഞ്ഞിരുന്നു. അപ്പോഴും പറഞ്ഞിരുന്നു ജനറൽ സിമ്പൽ ഇതാണ്. പിന്നുള്ള സിമ്പൽ എന്താണ്? ഫ്യൂസ് വിത്ത് ടെർമിനൽ ആൻഡ് പ്രൊട്ടക്റ്റീവ് ഹൗസിങ്. ഇവിടെ ടെർമിനൽ, ഈ രണ്ട് ടെർമിനലും ഇവിടെ കാണിച്ചിരിക്കും, പിന്നെ പ്രൊട്ടക്റ്റീവ് ഹൗസിങ്ങും കാണിച്ചിരിക്കും. അങ്ങനെ ഫ്യൂസ് വിത്ത് ടെർമിനൽ ആൻഡ് പ്രൊട്ടക്റ്റീവ് ഹൗസിങ്ങിൻ്റെ സിമ്പൽ ഇങ്ങനെയാണ്. പിന്നെ ഫ്യൂസിൻ്റെ ജനറൽ സിമ്പൽ, ഇങ്ങനെയൊക്കെ ഫ്യൂസ് വരക്കാറുണ്ട്. ഡിഫറെൻറ്റ് സിമ്പൽ, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ സിമ്പലാണ്. പിന്നെ ഇവിടെ രണ്ട് ഇത് കൊടുത്തിട്ട് ഓരോ സ്റ്റാൻഡേർഡ് അനുസരിച്ച് സിമ്പൽ മാറ്റാറുണ്ട്. ഇങ്ങനെയും വരക്കാറുണ്ട്. ഈ ചുവപ്പും ഈ പച്ചയുമാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ള ഫ്യൂസിൻ്റെ സിമ്പൽ. ഇത് ഓൾഡ് സിമ്പലാണ്. പഴയ ബുക്കിലൊക്കെ നോക്കിയാൽ ഈ സിമ്പലായിരിക്കും കാണുക. അപ്പോൾ ഈ 4 സിമ്പലുകളും ഫ്യൂസിന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കുക. ഇനി എന്താണ് പ്ലേസ്മെൻറ്റ് ഓഫ് ഫ്യൂസ്, അല്ലേ? ഫ്യൂസ് എങ്ങനെ നമ്മളൊരു സർക്യൂട്ടിൽ ഉപയോഗിക്കണം, എവിടെയാണത് വെക്കുക, അല്ലേ? അപ്പോൾ എന്താണ് ഒരു ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷനിൽ നമ്മൾ എന്താണ് എപ്പോഴും ഫ്യൂസ് കണക്ട് ചെയ്യേണ്ടത് ലൈവ് വയർ എന്ന് പറഞ്ഞാൽ ഫേസ് വയറിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഇവിടെ എന്താണ് L1, L2, L3 എന്നാണ് 3 ഫേസുകളാണ്. ഇത് ന്യൂട്രലാണ്, ഇത് പ്രൊട്ടക്റ്റീവ് എർത്തിങ്. ഇതിലെന്താണ് ഇത് കണക്ട് ചെയ്യേണ്ടത് എപ്പോഴും ഫേസ് വയറിലേ കണക്ട് ചെയ്യാവും. ഇപ്പോൾ 3 ഫേസിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫ്യൂസിൻ്റെ സിമ്പൽ. ഫ്യൂസുകൾ എപ്പോഴും കണക്ട് ചെയ്യേണ്ടത് ഫേസ് വയറിലാണ്. എന്നാൽ പ്രൊട്ടക്റ്റീവ് എർത്തിങ് PE അല്ലെങ്കിൽ ന്യൂട്രലോ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഫ്യൂസ് കണക്ട് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫേസ് വയറിൽ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഫേസ് വയറിൽ കണക്ട് ചെയ്യണതിന് എങ്ങനെ ആയിരിക്കണം? എപ്പോഴും കണക്റ്റഡ് ഇൻ സീരീസ് ടു ദ സർക്യൂട്ടിന് സീരീസ് ആയിട്ടായിരിക്കണം കണക്ട് ചെയ്യേണ്ടത്. പാരലലായിട്ടല്ല, എപ്പോഴും ഫ്യൂസ് കണക്ട് ചെയ്യേണ്ടത് സീരീസ് ആയിട്ടാണ്. അപ്പോൾ നോക്കാം, ഇവിടെ ഒരു സർക്യൂട്ടാണ്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലെ ഏറ്റവും ചെറിയ രീതിയിലൊരു സർക്യൂട്ടാണ്. ഇതൊരു ഇലക്ട്രിസിറ്റി മീറ്ററാണ്, KCBൻ്റെ മീറ്റർ. പിന്നെ മെയിൻ സ്വിച്ച്, ഇവിടെ എത്ര എക്യുപ്മെൻ്റ് ഉണ്ടോ അത് പാരലലായിട്ട് കണക്ട് ചെയ്തിരിക്കും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്യൂസ് കണക്ട് ചെയ്ത്, നമ്മൾ ഇന്നത്തെ വിഷയം ഫ്യൂസാണ്. ഫ്യൂസ് കണക്ട് ചെയ്ത് ഫേസ് വയറിലേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ സീരീസ് ആയിട്ട്. അപ്പോൾ എന്താണ്, എന്തെങ്കിലും ഒരു ഫാൾട്ട് സംഭവിച്ചാൽ, ഇവിടെ എന്തെങ്കിലും ഒരു ഫാൾട്ട് സംഭവിച്ചു, എക്സസ് കറണ്ട് ഇതിലൂടെ ഒഴുകിയാൽ എന്ത് ചെയ്യും? ഇത് മെൽറ്റാവും, ഉരുകിപ്പോവും. അതുകൊണ്ട് അത് പിന്നെ എന്ത് ചെയ്യില്ല, പിന്നെ ഫേസ് ഇങ്ങോട്ട് എത്തുകയില്ല. ഇനി ഇതിന് പകരം നമ്മൾ ന്യൂട്രലാണ് കണക്ട് ചെയ്തിരുന്നതെങ്കിൽ, അല്ലെ, ഇതിന് പകരം നമ്മളിവിടെ ന്യൂട്രൽ കണക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? ഇത് എക്സസ് കറണ്ട് ഒഴുകിയാന്നാണ് ഇതിലൂടെ വന്ന് കറണ്ട് ഒഴുകിയാൽ ഇതെന്ത് ചെയ്യും? ന്യൂട്രൽ കണക്ട് ചെയ്താലും എന്ത് ചെയ്യും? ഫ്യൂസ് വയർ ഉരുകിപ്പോവും. പക്ഷേ ഒരു പ്രശ്നം എന്താണ്? ഇവിടെ നോക്കുക, ഫേസിലെല്ലാം നമ്മൾ ഫ്യൂസ് കൊടുത്തത് ന്യൂട്രലാണ്. അപ്പോൾ ഫേസ് എന്ത് ചെയ്യും? ഇവിടെ വന്ന് നിൽക്കും എപ്പോഴും. അപ്പോൾ എന്താണ്, നമ്മൾ എന്തെങ്കിലും ഒരു ഉപകരണത്തിൽ നമ്മൾ തൊട്ടാൽ എന്ത് ചെയ്യും? ഷോക്ക് അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും കണക്ട് ചെയ്യൽ ഫേസ് വയറിലാണ്. അപ്പോൾ അത് ഫ്യൂസ് പോയാൽ എന്ത് ചെയ്യില്ല, പിന്നെ ഫേസ് ഇങ്ങോട്ട് വരില്ല, ന്യൂട്രൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇതിലേക്ക് എത്തുള്ളൂ. ന്യൂട്രൽ നമുക്ക് ഷോക്ക് അടിക്കുമോ? ഇല്ല. അതുകൊണ്ട് എപ്പോഴും ഫേസ് വയറിലെ ഫ്യൂസ് കണക്ട് ചെയ്യാൻ പാടുള്ളൂ.
ഫേസ് വയറിൽ ഫ്യൂസ് സ്വിച്ചൊക്കെ എപ്പോഴും ഫേസ് വയറിലേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി കറണ്ട് റേറ്റിംഗ് ഓർ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി, ഇത് ഫ്യൂസിനും പിന്നെ നമ്മുടെ എന്താണ് കേബിളിനൊക്കെ ബാധകമായതാണ് ഈ കാര്യങ്ങൾ. എന്താണ് കറണ്ട് റേറ്റിംഗ് അല്ലെങ്കിൽ കറണ്ട് ക്യാരിയിങ്, ഒരു കേബിളിൻ്റെ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഫ്യൂസിൻ്റെ കറണ്ട് റേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ദി മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ദാറ്റ് എ കണ്ടക്ടർ ക്യാൻ പാസ് സേഫ്ലി, എങ്ങനെ വിത്തൗട്ട് ഓവർ ഹീറ്റിംഗ് ഓർ ഡാമേജിങ് ഇറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ ഈസ് കാൾഡ് ദി കറണ്ട് കപ്പാസിറ്റി ഓഫ് ദി കണ്ടക്ടർ. ഒരു കണ്ടക്ടറിൻ്റെ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു റൂം ടെമ്പറേച്ചറിൽ നമ്മളൊരു കണ്ടക്ടർ വെച്ചിട്ടുണ്ട്. ആ കണ്ടക്ടറിലൂടെ നമുക്ക് സേഫായിട്ട് എന്ന് പറഞ്ഞാൽ സേഫായി എന്ന് പറഞ്ഞാൽ ഓവർ ഹീറ്റിങ്ങോ അല്ലെങ്കിൽ ഡാമേജോ ആവാതെ ആ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യാൻ കഴിയുന്ന കറണ്ടിൻ്റെ മാക്സിമം വാല്യൂവിനെയാണ് നമ്മൾ കറണ്ട് റേറ്റിംഗ് അല്ലെങ്കിൽ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയാം. അപ്പോൾ എന്താണ് ഒരു കണ്ടക്ടർ, ആ കണ്ടക്ടറിലൂടെ നമുക്ക് എന്താണ് ആ കണ്ടക്ടർ ഓവർ ഹീറ്റിംഗ് ആവാതെ അല്ലെങ്കിൽ ആ കണ്ടക്ടർ ഡാമേജ് ആവാതെ അതിലൂടെ കടത്തി വിടാൻ പറ്റുന്ന മാക്സിമം കറണ്ടിനെ, അതിൻ്റെ കറണ്ടിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുക, കറണ്ട് റേറ്റിംഗ് അല്ലെങ്കിൽ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുക. അടുത്തത് ഫ്യൂസിങ് കറണ്ടാണ്. ഫ്യൂസിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്യൂസ് ആവാനുള്ള കറണ്ട് അങ്ങനെ തന്നെ പറയാം. ദ മിനിമം കറണ്ട് അറ്റ് വിച്ച് ദി കണ്ടക്ടർ മെൽറ്റ് ഈസ് നോൺ ആസ് ഫ്യൂസിങ് കറണ്ട് ഓഫ് ദ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിൻ്റെ ഫ്യൂസിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ ആ കണ്ടക്ടർ ഉരുകാൻ ആവശ്യമായ മിനിമം കറണ്ട്. ആ കണ്ടക്ടർ ഉരുകിപ്പോവും, അത് പൊട്ടിപ്പോവും അല്ലെങ്കിൽ ഫ്യൂസായി പോവും. അതിനാവശ്യമായ മിനിമം കറണ്ടിനെയാണ് ഫ്യൂസിങ് കറണ്ട് എന്ന് പറയുക. അപ്പോൾ ഈ കറണ്ട് റേറ്റിംഗ് ആയിരിക്കോ ഫ്യൂസിങ് കറണ്ട് ആയിരിക്കോ കൂടുതൽ വാല്യൂ ഉണ്ടാവുക അല്ലേ? കറണ്ട് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലൂടെ ഓവർ ഹീറ്റ് ആവാതെ അല്ലേ ഡാമേജ് ആവാതെ അതിലൂടെ ഒഴുക്കാൻ പറ്റുന്ന മാക്സിമം കറണ്ടാണ് കറണ്ട് റേറ്റിംഗ്. എന്നാലോ ഫ്യൂസിങ് കറണ്ട് എന്ന് പറഞ്ഞാലോ മിനിമം കണ്ടുങ്ങാട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഇതാണ് കുറവെന്ന് വിചാരിക്കരുത്. മിനിമം എന്തിനുള്ള, അത് ഉരുകാനുള്ള. അപ്പോൾ ഉരുകണമെങ്കിൽ എന്ത് വേണം അല്ലേ, ഹീറ്റായി അല്ലേ എന്നിട്ടല്ലേ ഉരുകുള്ളൂ. അതുകൊണ്ടാണ് ഫ്യൂസിങ് കറണ്ട് ആയിരിക്കും വാല്യൂ കൂടുതൽ. അപ്പോൾ ഫ്യൂസിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ അത് ഉരുകാൻ ആവശ്യം, ഒരു കണ്ടക്ടർ ഉരുകാൻ ആവശ്യമായ മിനിമം കറണ്ട്, അതിനെയാണ് ഫ്യൂസിങ് കറണ്ട് എന്ന് പറഞ്ഞത്. ഇനി ഒരു ഫ്യൂസിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ദി റേഷ്യോ ഓഫ് ഫ്യൂസിങ് കറണ്ട് ടു ദി കറണ്ട് റേറ്റിംഗ് ഓഫ് ദ ഫ്യൂസ് എലമെൻറ്റ് ഈസ് കാൾഡ് ഫ്യൂസിങ് ഫാക്ടർ. ഫ്യൂസിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഫ്യൂസിങ് കറണ്ട് ഡിവൈഡ് ബൈ കറണ്ട് റേറ്റിംഗ്. ഫ്യൂസിങ് കറണ്ട് ഡിവൈഡ് ബൈ കറണ്ട് റേറ്റിംഗ് കണ്ടാൽ നമുക്ക് ഫ്യൂസിങ് ഫാക്ടർ കിട്ടും. ഫ്യൂസിങ് കറണ്ട് എന്താണ്, ഫ്യൂസിങ് ഫാക്ടർ ഈക്വൽ ടു മിനിമം ഫ്യൂസിങ് കറണ്ട് ഡിവൈഡ് ബൈ കറണ്ട് റേറ്റിംഗ്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്യൂസിങ് കറണ്ട് ആയിരിക്കും അല്ലേ. ഫ്യൂസിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ മെൽറ്റ് ആവാം, കണ്ടക്ടർ മെൽറ്റ് ആവാനുള്ള മിനിമം കറണ്ട് തന്നെയാണ് ഫ്യൂസിങ് കറണ്ട് എന്ന് പറയുക. അതായിരിക്കും കൂടുതൽ. അതുകൊണ്ട് തന്നെ കറണ്ട് റേറ്റിംഗ് ഇതിനേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വാല്യൂ എപ്പോഴും അല്ലേ, ഇവിടെ മുകളിലുള്ളത് കൂടുതലായതുകൊണ്ട് വാല്യൂ എപ്പോഴും ഇതായിരിക്കും 1ലും കൂടുതലായിട്ട്. ഫ്യൂസിങ് ഫാക്ടർ എപ്പോഴും ആൾവേസ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി, 1ലും കൂടുതലായിരിക്കും ഫ്യൂസിങ് ഫാക്ടർ ഉണ്ടാവുക. അപ്പോൾ എന്താണ് ഫ്യൂസിങ് ഫാക്ടർ, ഇത് PSCക്കൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ്. എന്താണ് പിന്നെ ഒരു HRC ഫ്യൂസിൻ്റെ ഫ്യൂസിങ് ഫാക്ടർ എത്രയാണ്, അല്ലെങ്കിൽ റീവയറബിൾ ഫ്യൂസിൻ്റെ ഫ്യൂസിങ് ഫാക്ടർ എത്രയാണ്. അപ്പോൾ ഫ്യൂസിങ് ഫാക്ടർ നോക്കി, റീവയറബിൾ ഫ്യൂസിൻ്റെത് 1.4 മുതൽ 1.7 വരെ എന്നാണ് സാധാരണ പറയുക. അത് 2 വരെ വരാം. 1.4 മുതൽ 1.7 വരെയാണ് റീവയറബിൾ ഫ്യൂസിൻ്റെത്. പിന്നെ നമ്മൾ ഫ്യൂസിങ് ഫാക്ടർ പറയുക അത് 2 വരെ വരാം. എന്നാൽ ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കാറുള്ളത്. എന്നാണ് HRC ഫ്യൂസിൻ്റെ ഫ്യൂസിങ് ഫാക്ടർ എത്രയാണ്. 1.1 ആണ് HRC ഫ്യൂസിൻ്റെ ഫ്യൂസിങ് ഫാക്ടർ. അത് ഓർത്ത് വെക്കുക. ഇനി കട്ട് ഓഫ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഫാക്ടറും കൂടിയുണ്ട്. ഇതെന്താണ് ടൈം പീരിയഡ് അല്ലെങ്കിൽ ടൈം ടേക്കൺ ബൈ എ ഫ്യൂസ് ടു ഇൻ്ററപ്റ്റ് ദ സർക്യൂട്ട് ഇൻ ദ ഈവൻറ്റ് ഓഫ് എ ഫാൾട്ട്. ഒരു ഫാൾട്ട് സമയത്ത് ഒരു ഫ്യൂസ് അതിൻ്റെ സർക്യൂട്ട് ഇൻ്ററപ്റ്റ് ചെയ്യാൻ, തടസ്സപ്പെടുത്താൻ, അല്ലെങ്കിൽ അത് പിന്നെ ആ സർക്യൂട്ടിനെ തടസ്സപ്പെടുത്താൻ എടുക്കുന്ന സമയത്തെയാണ് കട്ട് ഓഫ് ഫാക്ടർ എന്ന് പറയുക. ഒരു ഫ്യൂസ് നമ്മൾ കൊടുത്തു, ആ ഫ്യൂസ് ഒന്നുകിൽ ഉരുകി പോവുക, എല്ലാം ഉരുകി പോകണമെന്നില്ല. അപ്പോൾ എന്താണ് ആ ഉരുകി പോകാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിനെ ഇൻ്ററപ്റ്റ് ചെയ്യുക, തടസ്സപ്പെടുത്താൻ എടുക്കുന്ന സമയത്തെയാണ് കട്ട് ഓഫ് ഫാക്ടർ എന്ന് പറയുക. ഇനി നമ്മൾ എന്താണ് ടൈപ്പ് ഓഫ് ഡൊമസ്റ്റിക് വയറിങ്ങിൽ ഉപയോഗിക്കുന്ന ഫ്യൂസിൻ്റെ ടൈപ്പുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 2 ടൈപ്പ് ഫ്യൂസുകളുണ്ട്. ഒന്നാമത്തത് റീവയറബിൾ ഫ്യൂസ്, നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളതാണ്. കിറ്റ് കാറ്റ് ടൈപ്പ് ഫ്യൂസ് എന്നും ഇതിന് പറയും. ഇത് നമ്മുടെ വീടുകളിൽ എന്താണ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ എന്താണ് ഈ KCB നിന്നും വരുന്ന അല്ലേ, KCB നിന്ന് നമുക്ക് വരുന്ന മീറ്ററിൻ്റെ തൊട്ടടുത്ത്, എനർജി മീറ്ററിൻ്റെ തൊട്ടടുത്ത് കാണാം. ഇത് റീവയറബിൾ ഫ്യൂസാണ് ഇപ്പോഴും കൊടുക്കുന്നത്. കിറ്റ് കാറ്റ് ടൈപ്പ് ഫ്യൂസ് എന്നും
ഇതിനെ പറയും. അപ്പോൾ ഒന്നാമത്തത് റീവയറബിൾ ഫ്യൂസ് അല്ലെങ്കിൽ കിറ്റ്കാറ്റ് ടൈപ്പാണ്. രണ്ടാമത്തത് കാർട്രിഡ്ജ് ഫ്യൂസ്. ഈ ടൈപ്പ് ഇത് നമ്മൾ കാർട്രിഡ്ജ് ഫ്യൂസ് എന്നാണ് പറയുക. ഇത് നമ്മൾ എന്താണ് വാഹനത്തിലും അല്ലേ വണ്ടിയിലൊക്കെ ഉണ്ടാവും. കാർട്രിഡ്ജ് ഫ്യൂസ് എന്നാണ് ഇതിന് രണ്ടിനും പേര് പറയുക. അപ്പോൾ രണ്ട് ടൈപ്പാണ്, ഒന്ന് റീവയറബിളും രണ്ട് കാർട്രിഡ്ജും. അപ്പോൾ റീവയറബിൾ ടൈപ്പ് ഫ്യൂസിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ് ആക്സസറീസിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഒന്ന് പറയാമെന്നുള്ളൂ. ഇതിൻ്റെ ഫ്യൂസ് എലമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യമുള്ള സമയത്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഫ്യൂസ് എലമെൻറ്റ് കിട്ടും ഇതിനിടക്ക്. അതെന്ത് ചെയ്യാം, നമുക്ക് പൊട്ടിപ്പോയാൽ വീണ്ടും റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് റീവയറബിൾ, നമുക്ക് വീണ്ടും വയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പേര് കൊടുത്തത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വളരെ സിമ്പിളാണ് അല്ലേ, നമുക്ക് ഊരിയെടുത്ത് അത് മാറ്റാൻ പറ്റും, വളരെ സിമ്പിളാണ്. പിന്നെ ഇനീഷ്യൽ കോസ്റ്റും വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇതെന്ത് ചെയ്യാം, നമുക്ക് റിന്യൂ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഫ്യൂസ് വയർ പൊട്ടിപ്പോയാൽ വീണ്ടും മാറ്റാനും വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇത് പൊട്ടിപ്പോയാലും വളരെ എളുപ്പമായിട്ട് നമുക്ക് പുതുക്കാൻ പറ്റും. ഇതിൻ്റെ ഫ്യൂസ് എലമെൻറ്റ് നമ്മളൊരു സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ട് എന്താണ്, അതിലൂടെ കറണ്ട് എക്സസ് കറണ്ട് ഒഴുകി. എത്ര കറണ്ട്, നമ്മളിപ്പോൾ ഒരു നിശ്ചയിച്ച ആംബിയറിനേക്കാൾ ഇരട്ടി കറണ്ട് ഒഴുകിയാൽ, എന്ന് പറഞ്ഞാൽ 5 ആംബിയറാണ് നമ്മൾ നിശ്ചയിച്ചതെങ്കിൽ 10 ആംബിയർ കറണ്ട് ഒഴുകിയാൽ 2 മിനിറ്റ് കൊണ്ട്, ഏകദേശം 2 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും, ഈ ഫ്യൂസ് എലമെൻറ്റ് ഉരുകിപ്പോവും. ഈ ഫ്യൂസ് വയർ ഉരുകിപ്പോകുന്ന രീതിയിലാണ് ഇത് ഉള്ളത്. എന്താണ് 2 മിനിറ്റ് കൊണ്ട്. അപ്പോൾ എന്താണ് ഈ ഫ്യൂസ് വയർ ഉണ്ടാക്കിയിരിക്കുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് ഫ്യൂസ് വയർ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ എന്താണ്, പെട്ടെന്ന് ഉരുകുന്ന മെൽറ്റിംഗ് പോയിൻ്റ് കുറവുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഫ്യൂസിങ് എലമെൻറ്റ് നമ്മൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഹൈ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഹൈ ഉള്ള, അതുപോലെ തന്നെ പെട്ടെന്ന് ഉരുകി പോകുന്ന മെറ്റൽ കൊണ്ടാണ് നമ്മൾ ഫ്യൂസ് വയർ ഉണ്ടാക്കുക. അപ്പോൾ ഈ സാധാരണയിൽ സ്റ്റാൻഡേർഡ് വയർ നമ്മൾ ഫ്യൂസ് വയർ ഉണ്ടാക്കുക ലെഡ് ആൻഡ് ടിൻ അലോയ് കൊണ്ടാണ്. ലെഡ് ആൻഡ് ടിൻ അലോയ്, ലെഡും ടിന്നും കൂടി കൂട്ടിയിട്ടുള്ള അലോയ് കൊണ്ടാണ്. അതിൽ 63% ടിന്നും 37% ലെഡുമാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക. 63% ടിന്നും 37% ലെഡും. അപ്പോൾ ഫ്യൂസ് ഉണ്ടാക്കുക ലെഡ് ആൻഡ് ടിൻ അലോയ് കൊണ്ടാണ്. 63% ലെഡും 37% ലെഡാണ്. ഇത് ഉപയോഗിക്കുന്നത് സ്മാൾ കറണ്ട് 5 ആംപിയർ വരെയുള്ള കറണ്ടിലാണ് ഇത് സാധാരണയിൽ ലെഡ് ആൻഡ് ടിൻ അലോയ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇനി കൂടുതൽ കറണ്ട് ഉണ്ടെങ്കിൽ ടിൻഡ് കോപ്പറാണ് ഉപയോഗിക്കുക. ടിൻ പൂശിയ കോപ്പർ ഉപയോഗിക്കും. ലാർജ് വാല്യൂ ഓഫ് കറണ്ടിൽ ഉപയോഗിക്കുക ടിൻഡ് കോപ്പറാണ്. അപ്പോൾ ഇനി എന്താണ്, ഇത് ഫ്യൂസ് കാരിയറിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഫ്യൂസ് കാരിയർ നമ്മൾ നമ്മൾ ഊരിയെടുക്കാൻ പറ്റുന്ന സാധനത്തിനെയാണ് നമ്മൾ ഫ്യൂസ് കാരിയർ എന്ന് പറയാം. അതിൽ 2 കോണ്ടാക്റ്റ് ഉണ്ടാവും. 2 കോണ്ടാക്റ്റ്, ഇതിനിടക്ക് ഒരു ഫ്യൂസ് വയർ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഇതിൻ്റെ സെറാമിക് ബോഡിയാണ്. സെറാമിക് സാധാരണയിൽ പോർസലീനാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുക്കൽ ഇവിടെ 2 ഭാഗത്തും ഓരോ സ്ക്രൂ ഉണ്ട്, അതിലാണ് നമ്മൾ വയർ കണക്ട് ചെയ്യുക. അപ്പോൾ അതിനാണ് ഫ്യൂസ് കാരിയർ എന്ന് പറയുക. ഇത് എൻഗേജ് ചെയ്യാം, ഡിസ്എൻഗേജ് അവിടെ പിടിപ്പിക്കാനും നമുക്കത് ഊരിയെടുക്കാനും. എന്താണ് ഫ്യൂസ് ബേസിൽ നമുക്ക് ഇത് ഫിക്സഡ് കോണ്ടാക്റ്റിനെ നമ്മൾ ഫ്യൂസ് ബേസ് എന്ന് പറയാം. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, എൻഗേജ് ചെയ്യാം, ഡിസ്എൻഗേജ് ചെയ്യാം. ഇതിൽ ഫ്യൂസ് വയർ ഉണ്ടാവും. അതുപോലെ തന്നെ ഫ്യൂസ് ബേസ് അതും ഉണ്ടാക്കിയത് പോർസലിൻ കൊണ്ടാണ്. ഇതെന്താണ് ഫിക്സഡ് കോണ്ടാക്റ്റ് ആയിരിക്കും. ഇത് നമ്മളവിടെ ഉറപ്പിച്ച് വെച്ചതായിരിക്കും. ഇവിടെ സ്ക്രൂ ചെയ്തിട്ട് എന്താണ് നമ്മൾ അവിടെ ഉറപ്പിച്ച് വെച്ചതായിരിക്കും. ഇത് നമ്മൾ ഊരിയെടുക്കൽ എന്താണ് കാരിയറാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇനി എന്താണ് ഈ 16 ആംപിയർ വരെയുള്ള ഈ റീവയറബിൾ ഫ്യൂസ് അല്ലേ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഈ റീവയറബിൾ ഫ്യൂസ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. എവിടെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ലെവൽ എക്സീഡ്സ് 2 കിലോ ആംപിയർ. 2 കിലോ ആംപിയറിലും കൂടുതൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് വരുന്ന സ്ഥലങ്ങളിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, 16 ആംപിയർ വരെയുള്ള റീവയറബിൾ ടൈപ്പ് ഫ്യൂസ് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് IS 2086/1963 പറയുന്നത്. ഇനി അടുത്തത് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് റീവയറബിൾ ടൈപ്പ് ഫ്യൂസ്. റീവയറബിൾ ടൈപ്പ് ഫ്യൂസിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് ആണ്, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ ലോ സ്പീഡ് ഓപ്പറേഷൻ സ്പീഡ് വളരെ കുറവാണ്. പിന്നെന്താണ് പോർ റപ്ചറിങ് കപ്പാസിറ്റി എന്താണെന്നുള്ള നമ്മൾ പറയുന്നുണ്ട്, അത് വളരെ മോശമാണ്. റപ്ചറിങ് കപ്പാസിറ്റി കുറവാണ് എന്താണെന്നുള്ള നമ്മൾ അടുത്ത് പറയുന്നുണ്ട്. പിന്നെന്താണ് റോങ് റേറ്റിംഗ് പോസിബിളി ബൈ ഹ്യൂമൻ എറർ അല്ലേ, നമ്മളാണത് എന്ത് ചെയ്യണത്, വീണ്ടും ഫ്യൂസ് കെട്ടുന്നതൊക്കെ. അപ്പോൾ കെട്ടുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് എറർ വരാം. ഹൈ കറണ്ട് ഒഴുകാൻ രീതിയിലുള്ളത് കെട്ടിയാൽ എന്ത് ചെയ്യും, അപകടം പിടിച്ച രീതിയിലാവും. അപ്പോൾ ഹ്യൂമൻ എറർ സംഭവിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ പുറമുള്ള ടെമ്പറേച്ചറുകൾ അല്ലേ,
ആംബിയൻറ്റ് ടെമ്പറേച്ചർ ഇതിനെ എഫക്റ്റ് ചെയ്യാൻ പിന്നെ ഫ്ലക്ച്വേഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഡിസ്ക്രിമിനേഷൻ. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫ്ലാഷ് ഓർ ആർക്ക് ഓൺ ബ്ലോയിങ്. ഇത് പിന്നെ നമ്മൾ ഫ്യൂസ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആർക്ക് അതുപോലെ തന്നെ ഇത് ഉണ്ടാവും. എക്സ്റ്റേണലായിട്ട് പുറമേക്ക് എന്ത് ചെയ്യും, ആർക്ക് ഉണ്ടാവും. ആർക്ക് എന്ന് പറഞ്ഞാൽ ഫ്ലാഷിങ് ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി കാർട്രിഡ്ജ് ഫ്യൂസാണ് രണ്ടാമത് നമ്മൾ പറഞ്ഞു. രണ്ടെണ്ണമാണ്, റീവയറബിൾ ഫ്യൂസും കാർട്രിഡ്ജ് ഫ്യൂസും. അതിൽ രണ്ടാമതായിട്ട് കാർട്രിഡ്ജ് ഫ്യൂസാണ്. ആ കാർട്രിഡ്ജ് ഫ്യൂസിൽ എന്താണ് ഡെവലപ്പ് ചെയ്തത് എങ്ങനെയെന്ന് വെച്ചാൽ ഓവർകം ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ദ റീവയറബിൾ ഫ്യൂസ്. നമ്മളിപ്പോൾ കുറേ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു റീവയറബിൾ ഫ്യൂസിൻ്റെ. അതിൻ്റെ ആ ഡിസഡ്വാൻറ്റേജുകളെ ഓവർകം ചെയ്യാൻ വേണ്ടി ചെയ്ത് അതെന്താണ്, നമ്മൾ കുറേ ഡിസഡ്വാൻറ്റേജുകളുണ്ട്, അതൊക്കെ ഓവർകം ചെയ്തുണ്ടാക്കിയതാണ് എന്ത് കാർട്രിഡ്ജ് ഫ്യൂസുകൾ. ഇതെന്താണ് ഈ ഫ്യൂസ് എലമെൻറ്റ്, ഇതിൻ്റെ ഈ കാർട്രിഡ്ജ് ഫ്യൂസിൽ ഇതിൻ്റെ ഫ്യൂസ് എലമെൻറ്റ് ഇതിന് പുറമെയുള്ള ടെമ്പറേച്ചറൊന്നും എന്ത് ചെയ്യില്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് ബാധിക്കില്ല. അതിന് ആ ബാധിക്കാതിരിക്കാനും വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞു ഡിറ്റീരിയേഷൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. എന്താണ് പുറമെയുള്ള ടെമ്പറേച്ചറിനനുസരിച്ചില്ലേ, ടെമ്പറേച്ചർ തണുപ്പുള്ള സമയത്ത് എന്ത് ചെയ്യും, അത് നമ്മുടെ പിന്നെ റീവയറബിൾ ഫ്യൂസ് ആണെങ്കിൽ അതിൽ ആ തണുപ്പ് ഏഷും. പക്ഷേ ഇതിൽ ഈ പിന്നെ പുറമുള്ള ടെമ്പറേച്ചറൊന്നും ഏശാതിരിക്കാനും വേണ്ടി എൻക്ലോസ് ഇൻ എയർ ടൈറ്റ് ചേമ്പർ ഉണ്ടോ, എയർ ടൈറ്റ് ചേമ്പറിൻ്റെ ഉള്ളിലാണ് എന്തുണ്ടാകുക, ഫ്യൂസ് വയർ ഉണ്ടാകുക. ഇതിന് ഡിറ്റീരിയേഷൻ ഒന്നും സംഭവിക്കില്ല. എന്താണ് ഇതിൻ്റെ ഫ്യൂസ് വയർ ഈ എയർ ടൈറ്റ് ചേമ്പർ ഇതിൻ്റെ ഉള്ളിലാണ് ഫ്യൂസ് വയർ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പുറമെയുള്ള പിന്നെ ടെമ്പറേച്ചറൊന്നും നമുക്ക് എന്ത് ചെയ്യും, പുറമുള്ള ടെമ്പറേച്ചർ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അതിനെ എഫക്റ്റ് ചെയ്യില്ല. പിന്നെന്താണ് ഈ കാർട്രിഡ്ജ്, പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളത് ഈ കാർട്രിഡ്ജ് ഫ്യൂസിൻ്റെ പുറമെ നമുക്ക് എന്താ ചെയ്യും, ഇതിൻ്റെ എത്രയാണ് റേറ്റിംഗ് എന്നുള്ളത് ആക്യുറേറ്റ് ആയിട്ട് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കും. 5 ആമ്പിയർ ആണ് 5 ആമ്പിയർ, ഇനി 1 ആമ്പിയർ ആണ് 1 ആമ്പിയർ, 0.5 ആമ്പിയർ ആണ് 0.5 ആമ്പിയർ എന്ന് ഇതിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കും. അപ്പോൾ എന്താണ് നമുക്ക് ഫ്യൂസ് വയറിടുമ്പോൾ നമുക്കതൊന്നും അറിയില്ല. ഇതാകുമ്പോൾ ഇതാണ്, ഇതിട്ടാൽ 0.5 ആമ്പിയറിൻ്റെ മുകളിൽ ഇട്ടാൽ എന്ത് ചെയ്യും, അതിലൂടെ ഒഴുകിയാൽ ആ 0.5 ആമ്പിയറിൻ്റെ ഫ്യൂസാണ് ഇട്ടതെങ്കിൽ അത് ഉരുകിപ്പോകുന്ന ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉപകാരമുണ്ട്. പിന്നെ അതിലപ്പുറം എന്താണ് ഈ കാർട്രിഡ്ജ് ഫ്യൂസിൻ്റെ എന്താണ് റീപ്ലേസ് മാറ്റാൻ ചെയ്യും. അതിൻ്റെ പിന്നെ വില വളരെ കൂടുതലാണ്, റീവയറബിൾ ഫ്യൂസിനേക്കാൾ വില വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ എന്താണ് ഒരു പ്രാവശ്യം ഇത് ബ്ലോൺ ഔട്ട് ആയാൽ, ഫ്യൂസ് ഉരുകിപ്പോയാൽ എന്ത് ചെയ്യണം, വേറൊന്ന് ഫ്രഷ് യൂണിറ്റ് നമ്മൾ ഇട്ട് കൊടുക്കണം. വേറൊന്ന് വാങ്ങി പുതിയതായിട്ട് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇനി കാർട്രിഡ്ജ് ഫ്യൂസിൻ്റെ ടൈപ്പുകൾ ഏതൊക്കെയാണെന്നാണ്. ഒന്നാമതായിട്ട് എന്താണ് ലോ റപ്ചറിങ് കപ്പാസിറ്റി. നമ്മൾ റപ്ചറിങ് കപ്പാസിറ്റി എന്താണെന്ന് പറയേണ്ടത് നമ്മൾ പറഞ്ഞു. ലോ റപ്ചറിങ് കപ്പാസിറ്റിയുള്ള കാർട്രിഡ്ജ് ഫ്യൂസ് ഉണ്ട്. അതെന്താണ് 50 കിലോ ആമ്പിയർ വരെയുള്ള സാധനത്തിനാണ് ലോ റപ്ചറിങ് കപ്പാസിറ്റി. ഇത് ഉപയോഗിക്കുന്നത് വീടുകളിലും അതുപോലെ പിന്നെ ഇതിൽ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളിലാണ്, ഈ ഡൊമസ്റ്റിക് ഇൻസ്റ്റലേഷനിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് ഈ പിന്നെ ലോ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസുകളെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഫെറ്യൂൾ ടൈപ്പ്, പിന്നെ കോണ്ടാക്ട് കാർട്രിഡ്ജ് ഫ്യൂസ് എന്നും പറയും. പിന്നെ ഡയാസ്ഡ് സ്ക്രൂ ടൈപ്പ് കാർട്രിഡ്ജ് ഫ്യൂസ്. ഇങ്ങനെ രണ്ടായിട്ട് ഫെറ്യൂൾ ടൈപ്പും ഡയാസ്ഡ് സ്ക്രൂ ടൈപ്പും ആയിട്ട് വിഭജിച്ചിട്ടുണ്ട് ഇതിനെ ലോ റപ്ചറിങ് കപ്പാസിറ്റീനെ. ഇനി ഹൈ റപ്ചറിങ് കപ്പാസിറ്റി രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് ലോ റപ്ചറിങ് കപ്പാസിറ്റി ഉണ്ട്, ഹൈ റപ്ചറിങ് കപ്പാസിറ്റി. റപ്ചറിങ് കപ്പാസിറ്റി എബോ 80 കിലോ ആമ്പിയർ, 80 കിലോ ആമ്പിയറിലും കൂടുതലുള്ളതാണ് ഹൈ റപ്ചറിങ് കപ്പാസിറ്റി. അപ്പോൾ ഈ റപ്ചറിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. റപ്ചറിങ് കപ്പാസിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് എ ഫ്യൂസ് ടു ഓപ്പൺ ദി ഫാൾട്ടി സർക്യൂട്ട് വിത്തൗട്ട് മച്ച് ആർക്കിംഗ് ഓർ ഡാമേജിങ് ഇറ്റ് ടു ഇറ്റ് സെൽഫ്. ഒരു സർക്യൂട്ടിൽ നമ്മൾ റപ്ചറിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എബിലിറ്റി ഓഫ് എ ഫ്യൂസ്, ഒരു ഫ്യൂസിൻ്റെ കഴിവാണ്. എന്തിനുള്ള, ടു ഓപ്പൺ ദ ഫാൾട്ടി സർക്യൂട്ട് ഓപ്പൺ ആവാനുള്ള ഒരു ഫ്യൂസിൻ്റെ കഴിവാണ്. എങ്ങനെ, വിത്തൗട്ട് മച്ച് ആർക്കിംഗ് ഓർ ഡാമേജ് ടു ഇറ്റ് സെൽഫ്. ഈ സർക്യൂട്ട് ഡാമേജ് ആവാതെ അല്ലെങ്കിൽ ആർക്കിംഗ് ഒന്നും സംഭവിക്കാതെ ഒരു ഫാൾട്ടി സർക്യൂട്ടിനെ ഓപ്പൺ ചെയ്യാനുള്ള ഫ്യൂസിൻ്റെ കഴിവിനെയാണ് നമ്മൾ റപ്ചറിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലോ റപ്ചറിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ആ ഫ്യൂസിൻ്റെ കഴിവ് കുറവാണ്, പെട്ടെന്ന് ഓപ്പൺ ആക്കാനുള്ള ഫ്യൂസിൻ്റെ കഴിവ് കുറവായിരിക്കും ലോ റപ്ചറിങ്. ഹൈ റപ്ചറിങ് ആകുമ്പോൾ പെട്ടെന്ന് ഓപ്പൺ ആക്കും. അപ്പോൾ റപ്ചറിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റലേഷനിൽ നമ്മൾ ലോ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസാണ് ഉപയോഗിക്കുക. പിന്നെ ഫോർ പവർ ഇൻസ്റ്റലേഷനിൽ നമ്മൾ ഹൈ റപ്ചറിങ് കപ്പാസിറ്റി HRC ഫ്യൂസുകളാണ് ഉപയോഗിക്കുക. ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസുകളും ഉപയോഗിക്കും.
ലോ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസിനെ പറ്റിയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അത് ഫെറ്യൂൾ കോണ്ടാക്ട് കാർട്രിഡ്ജ് ടൈപ്പ് 2 ടൈപ്പ് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. ഫെറ്യൂൾ ടൈപ്പ് ഉണ്ട്, ഡയാസിൽ സ്ക്രൂ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഫെറ്യൂൾ കോണ്ടാക്ട് ടൈപ്പ് ഈ ടൈപ്പ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എന്താണ് നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളുടെ ഉള്ളിലൊക്കെ ഇത് ഉണ്ടാവാറുണ്ട്, ഫെറ്യൂൾ കോണ്ടാക്ട്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഉള്ളിൽ ഈ ടൈപ്പ് ഫ്യൂസുകൾ എന്താണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇത് അവൈലബിൾ ആയത് 25 മില്ലി ആംപിയർ മുതൽ 500 മില്ലി ആംപിയർ വരെ. അതുപോലെ തന്നെ ഇതാണ് 32 ആംപിയർ വരെ, 25 മില്ലി ആംപിയർ, 50 മില്ലി ആംപിയർ, അതുപോലെ 100 മില്ലി, 200, 250, 500 മില്ലി ആംപിയർ മുതൽ 1, 2, 5, 6, 10, 16 മുതൽ 32 ആംപിയർ വരെ കപ്പാസിറ്റി നമുക്ക് ഫെറുവൽ കോണ്ടാക്ട് ടൈപ്പ് അവൈലബിൾ ആണ്. ഇതിലുണ്ടാക്കിയത് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഗ്ലാസ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇതിൻ്റെ പുറമേ ഒരു ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ അല്ലേ ഫ്യൂസ് വയർ ഉണ്ട്. ഈ കാണുന്നതാണ് ഫ്യൂസ് വയർ. ഇത് അതിൻ്റെ ഗ്ലാസ്സാണ്, ഫ്യൂസ് വയർ ഉണ്ട്. ഇതാണ് ശരിക്കും ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു ഫ്യൂസ് വയർ കാണാം. ആ ഫ്യൂസ് വയർ ഉണ്ട്. പിന്നെ എന്താണ് 2 ഭാഗത്തും അല്ലേ കണക്റ്റഡ് ബിറ്റ്വീൻ 2 മെറ്റാലിക് ക്യാപ്പ്, 2 ഭാഗത്തും മെറ്റാലിക് ക്യാപ്പ് ഉണ്ട്. അതുപോലെയാണ് ഈ ഫ്യൂസ് വയർ കണക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫ്യൂസ് ആയെന്നുള്ള ഇതിൻ്റെ ഉള്ളിലൂടെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി ഓപ്പൺ ആയാൽ അല്ലേ ഈ ഫ്യൂസ് വയർ എന്ത് ചെയ്യും, ഓപ്പൺ ആവുകയാണ് ചെയ്യുക. എന്തെങ്കിലും ഫാൾട്ട് വന്നാൽ ഈ ഫ്യൂസ് വയർ എന്ത് ചെയ്യും, ഓപ്പൺ ആവും. അപ്പോൾ ഇത് ഈ ഫെറുവൽ കോണ്ടാക്ട് ടൈപ്പ് നമ്മൾ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഒരു ടൈപ്പ് ഫ്യൂസ് ക്യാൻ ബി പ്ലഗ്ഡ് ഇൻ ടു ദ ഫ്യൂസ് സോക്കറ്റ്. ഇങ്ങനെയുള്ളൊരു ഫ്യൂസ് സോക്കറ്റ് ഉണ്ടാവും. അവിടെ ഈ 2 ഭാഗത്തും ഈ കാർട്രിഡ്ജ് ഫ്യൂസ് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ വെച്ചിട്ടാണ് ഒരു ടൈപ്പ്. രണ്ടാമത്തെ ടൈപ്പ് സ്ക്രൂ ചെയ്തിട്ടും എന്താണ് ഫിറ്റഡ് ഇൻ എ ഫ്യൂസ് ബേസ് വിത്ത് എ സ്ക്രൂ ടൈപ്പ് ഫ്യൂസ് ഹോൾഡർ. ഒരു ഫ്യൂസ് ഹോൾഡർ, സ്ക്രൂ ടൈപ്പ് ഫ്യൂസ് ഹോൾഡർ ഉണ്ട്. അതിലേക്ക് ഈ സ്ക്രൂ മോൾഡ്, ഇതാണ് കാർട്രിഡ്ജ് ഫ്യൂസ്. അത് ഇങ്ങോട്ട് ഇട്ടിട്ട് എന്ത് ചെയ്യും, നമ്മളത് ടൈറ്റ് ചെയ്തിട്ട് കൊടുക്കുന്ന രീതി. 2 രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഡയാസിൽ സ്ക്രൂ ടൈപ്പ് കാർട്രിഡ്ജ് ഫ്യൂസ്. ഡയാസിൽ സ്ക്രൂ ടൈപ്പ് കാർട്രിഡ്ജ് ഫ്യൂസ് എന്ന് പറയുന്നത് എന്താണ്, ഈ ടൈപ്പാണ്. ഇതെന്ത് ചെയ്യാം, നമുക്ക് സ്ക്രൂ ചെയ്തിട്ടാണിത് കയറ്റുക. ഈ ഫ്യൂസ് കോമൺലി യൂസ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷനിൽ, പിന്നെ വീടുകളിലും ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷനും ഈ ടൈപ്പ് ഫ്യൂസ് ഉപയോഗിക്കാറുണ്ട്. ഇത് അവൈലബിൾ ആയത് 2 മുതൽ എന്താണ് 60 ആംപിയർ വരെ, 2, 4, 6, 10, 20, 25, 35, 50, 60 ആംപിയർ വരെയുള്ള പിന്നെ ഡയാസിൽ സ്ക്രൂ ടൈപ്പ് ഫ്യൂസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഒന്നാമത് സ്ക്രൂ ക്യാപ്പ് ഓർ ഫ്യൂസ് കാർട്രിഡ്ജ് ഹോൾഡർ. ഇതാണ് ഫ്യൂസ് കാർട്രിഡ്ജ്. ഇതാണ് അത് ഹോൾഡ് ചെയ്യാനും വേണ്ടിയുള്ള എന്താണ് പിന്നെ സ്ക്രൂ ക്യാപ്പാണ് ഈ കാണുന്നത്. പിന്നെ അടുത്തത് എന്താണ് പിന്നെ ഫ്യൂസ് കാർട്രിഡ്ജ് ഈ സാധനമാണ് ഫ്യൂസ് കാർട്രിഡ്ജ്. ഇത് പല ആംപിയറുള്ളത്, 16 ആംപിയറാണ്. ഇത് 10 ആംപിയറിൻ്റെതാണ്, ഇത് 6 ആംപിയറിൻ്റെതാണ്. അതിന് സൈസ് വ്യത്യാസം ഉണ്ടാവും. ഇതിൻ്റെ ഏറ്റവും താഴത്ത് ഫൂട്ട് കോണ്ടാക്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് എന്തിനാണെന്നുള്ളത് നമ്മൾ അടുത്തതായിട്ട് പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തത് ഫിറ്റിംഗ് സ്ക്രൂ ഓർ കോണ്ടാക്ട് സ്ക്രൂ. ഫിറ്റിംഗ് സ്ക്രൂ ആണ്. ഇതിലാണ് എന്ത് ചെയ്യുക, ഇത് പിന്നെ നമ്മൾ പിന്നെ ഈ ഫ്യൂസ് വെക്കൽ ഈ പിന്നെ ഫിറ്റിംഗ് സ്ക്രൂവിലാണ്, അല്ലെങ്കിൽ കോണ്ടാക്ട് സ്ക്രൂവിലാണ് ഇത് നമ്മൾ കൊണ്ടുവന്ന് വെക്കുക. പിന്നെ പ്രൊട്ടക്റ്റീവ് പ്ലാസ്റ്റിക് ഓർ സെറാമിക് റിങ്. പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയുള്ള പ്ലാസ്റ്റിക് കൊണ്ടോ അല്ലെങ്കിൽ സെറാമിക് കൊണ്ടായിരുന്ന ഒരു റിങ്. പിന്നെ എന്താണ് ഫ്യൂസ് ബേസ് ഓർ ഫ്യൂസ് സോക്കറ്റ് അല്ലെങ്കിൽ ഫ്യൂസ് ബേസ്. ഇതാണ് ഫ്യൂസ് പിന്നെ നമ്മൾ പ്രൊട്ടക്റ്റീവ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സെറാമിക് റിങ് എന്ന് ഇത് എന്താണ് ഫ്യൂസ് ബേസാണ്. ബേസിൽ ആണ് നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് ഇത് ഇവിടെ കൊടുക്കും. പിന്നെ ഇത് വെക്കും. പിന്നെ നമ്മൾ ഫ്യൂസ് പിന്നെ എലമെൻറ്റ് വെക്കും, കാർട്രിഡ്ജ് വെക്കും. പിന്നെ അതിൻ്റെ ഏറ്റവും മുകളിൽ സ്ക്രൂ ക്യാപ്പും കൊടുത്തിട്ട് ഇത് ടൈറ്റ് ചെയ്തിട്ടാണ് ഈ ടൈപ്പ് ഡയാസിൽ സ്ക്രൂ ടൈപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് കാർട്രിഡ്ജ് ഫ്യൂസിൻ്റെ മാത്രം ഈ ഡയാസിൽ ടൈപ്പ് കാർട്രിഡ്ജ് ഫ്യൂസിൻ്റെ ഉള്ളിൽ എന്താണുള്ളതെന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ എന്താണ് ഏറ്റവും മുകളിൽ ഹെഡ് കോണ്ടാക്റ്റ്, ഈ കാണുന്നതാണ് ഹെഡ് കോണ്ടാക്റ്റ്. രണ്ടാമത്തത് എന്താണ് ബ്രേക്ക് ഇൻഡിക്കേറ്റർ. ബ്രേക്ക് ചെയ്താൽ ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള സാധനം നമുക്ക് കാണിച്ചു തരും. ഇത് ബ്രേക്ക് ആയണോ ഇല്ല എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയുള്ള ബ്രേക്ക് ഇൻഡിക്കേറ്റർ. പിന്നെ ഫ്യൂസ് വയർ, മൂന്നാമത്തത് ഈ പോകുന്നത് ഫ്യൂസ് വയർ ആണ്. അതിൻ്റെ ഉള്ളിൽ എന്താണ് സാൻഡ് ഫില്ലിങ്. ഇത് എന്താണ് ആർക്കിനെ ഇല്ലാതാക്കാനും വേണ്ടി അതിൻ്റെ ഉള്ളിൽ സാൻഡ് ഫില്ല് ചെയ്തിരിക്കും. പിന്നെ എന്താണ് സെറാമിക് ഫ്യൂസ് ബോഡി, സെറാമിക്കിൻ്റെ ഫ്യൂസ് ബോഡി ഉണ്ടാവും മൊത്തമായിട്ട്. പിന്നെന്താണ് ഫൂട്ട് കോണ്ടാക്റ്റ്. ഈ ഫൂട്ട് കോണ്ടാക്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫൂട്ട് കോണ്ടാക്ട്. എന്താണ് ഫൂട്ട് കോണ്ടാക്ട്? ടു പ്രിവെൻറ്റ് ദ ഇൻസേർഷൻ ഓഫ് എ ഫ്യൂസ് കാർട്രിഡ്ജ് ഹാവിങ് എ ലാർജ് കറണ്ട് റേറ്റിംഗ് ദാൻ ഇൻറ്റൻറ്റ്. നമ്മളിപ്പോൾ ഒരു 5 ആംപിയറിൻ്റെ റേറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഇതിൽ 10 ആംപിയറിൻ്റെ എന്ന് പറഞ്ഞാൽ ഹയർ പിന്നെ റേറ്റിംഗിലൊരു ഫ്യൂസ് ഇടാൻ സാധിക്കില്ല. ഈ ഫൂട്ട് കോണ്ടാക്ട് ഇങ്ങനെ എന്താണ് ഓരോ റേഞ്ച്, ഓരോ ഫൂട്ട് കോണ്ടാക്റ്റിനും ഓരോ ഫ്യൂസ് കാർട്രിഡ്ജിൻ്റെയും ഫൂട്ട് കോണ്ടാക്ട് വ്യത്യസ്തമായിരിക്കും. അതിൻ്റെ
എന്താണ് ഡയമീറ്റർ ഡിഫറൻ്റ് ആയിരിക്കും. ഓരോന്നിൻ്റെയും ഡയമീറ്റർ ഡിഫറൻ്റ് ആയിരിക്കും. ഓരോ കറണ്ട് റേറ്റിംഗ് 5 ആമ്പിയറിൻ്റെ കറണ്ട് റേറ്റിംഗ് ഉള്ള ഫ്യൂസിൻ്റെ പിന്നെ ഫൂട്ട് കോണ്ടാക്റ്റ് 10 ആമ്പിയറിൻ്റെ കറണ്ട് റേറ്റിൻ്റെ ഫൂട്ട് കോണ്ടാക്റ്റും വ്യത്യാസമായിരിക്കും. ചെറിയ ആമ്പിയറിൻ്റെ 5 ആമ്പിയറിൻ്റെ ആണെങ്കിൽ സ്മാള് പിന്നെ ചെറിയ ഡയമീറ്റർ ആയിരിക്കും ഉണ്ടാകുക. 10 ആമ്പിയറിനാകുമ്പോൾ വലിയ ഡയമീറ്റർ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ എന്താണ് വലിയ ഡയമീറ്ററിൻ്റെ പിന്നെ ഈ ചെറിയ ഡയമീറ്ററിൻ്റെ ഫ്യൂസ് എന്തിലേക്ക് ഇടാൻ പറ്റില്ല, വലിയതിലേക്കും അല്ലെ വലിയ ഡയമീറ്ററിൻ്റെ. നമുക്കിപ്പോൾ അതാണുള്ള പ്രശ്നം. 5 ആമ്പിയറിൽ 10 ആമ്പിയറിൻ്റെ ഫ്യൂസ് ഇട്ടാൽ എന്താവും, നമ്മൾ എന്താണോ കൊടുത്തത് അല്ലേ, നമ്മളെ പിന്നെ അപ്ലയൻസസ് 5 ആമ്പിയറിൻ്റെ ആണെങ്കിൽ അത് കത്തിപ്പോവും. അപ്പോൾ നമ്മൾ 10 ആമ്പിയറിൻ്റെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, 5 ആമ്പിയറിൻ്റെ ഫ്യൂസ് ഇടാൻ സാധിക്കില്ല. ആ രീതിയിലാണ് എന്തുണ്ടാക്കിയത്, ഈ ഫൂട്ട് കോണ്ടാക്റ്റ് ഉണ്ടാക്കിയത്. അതിൻ്റെ ഡയമീറ്റർ എന്തായിരിക്കും, 10 ആമ്പിയറിൻ്റെ വലിയതായിരിക്കും. അതുകൊണ്ട് അവിടെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഫൂട്ട് കോണ്ടാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡയാസിഡ് സ്ക്രൂ ടൈപ്പ് ഫ്യൂസ് അവൈലബിൾ 2 കാറ്റഗറിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഡയാസിഡ് സ്ക്രൂ ടൈപ്പ്, ഒന്ന് ക്വിക്ക് റെസ്പോണ്ട് ടൈപ്പ്, അത് ഉപയോഗിക്കുന്നത് ഹീറ്റിംഗ് സർക്യൂട്ടിലും അതന്നെ നോർമൽ ലോഡിലുമാണ് ഉപയോഗിക്കുക. അതുപോലെ ഡയാസിഡ് ഡിലേഡ് ആക്ഷൻ ടൈപ്പ്, കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആക്ഷൻ ചെയ്യുന്ന രീതിയിൽ ഉള്ള ടൈപ്പും, അതുപോലെ പെട്ടെന്ന് ക്വിക്ക് റെസ്പോൺസ് ടൈപ്പും 2 ടൈപ്പ് ഉണ്ട്. ഇത് ഡിലേഡ് ആക്ഷൻ ടൈപ്പ് ഉപയോഗിക്കുന്നത് മോട്ടോർ സർക്യൂട്ടിലും അതിന് ഹൈ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലുമാണ് ഡിലേഡ് ആക്ഷൻ ടൈപ്പ് ഉപയോഗിക്കുക. ഇനി ഇത് എന്താണ്, ഈ ഡയാസിഡ് സ്ക്രൂ ടൈപ്പ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ല ഫ്യൂസ് അതിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യാനും വേണ്ടി അതിലെന്തിരിക്കും, വിവിധ കളറുകൾ മാർക്ക് ചെയ്തിരിക്കും. ഈ സ്ക്രൂ ടൈപ്പ് ഉള്ളത് എന്താണ്, വിവിധ കളറ് നോക്കിയിട്ടാണ് നമ്മൾ എത്ര ആമ്പിയറാണെന്നുള്ളത് പിന്നെ ഓരോ കറണ്ട് റേറ്റിങ്ങിനും എന്തായിരിക്കും ഡിഫറെൻറ്റ് കളറായിരിക്കും ഉപയോഗിക്കുക. ഇവിടെ നോക്കുക, ഓരോ കറണ്ട് റേറ്റിങ്ങിനും അല്ലേ വളരെ എന്താണ് നീല, ചുവപ്പ്, അങ്ങനെ ഓരോ കളറായിരിക്കും. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓരോ പിങ്ക് ആണെങ്കിൽ 2 ആമ്പിയറാണ്, ബ്രൗൺ ആണെങ്കിൽ 4 ആമ്പിയറാണ്, ഗ്രീൻ ആണെങ്കിൽ 6 ആമ്പിയറാണ്, റെഡ് ആണെങ്കിൽ 10 ആമ്പിയർ, ഗ്രേ 16 ആമ്പിയർ, ബ്ലൂ ആണെങ്കിൽ 20 ആമ്പിയർ, യെല്ലോ ആണെങ്കിൽ 25 ആമ്പിയർ, ബ്ലാക്ക് ആണെങ്കിൽ 35 ആമ്പിയർ, വൈറ്റ് ആണെങ്കിൽ 50 ആമ്പിയർ, കോപ്പർ ആണെങ്കിൽ 63 ആമ്പിയർ. ഇങ്ങനെ ഓരോ, അപ്പോൾ ഇത് എത്ര ആയിരിക്കും, ബ്ലൂ ആണെങ്കിൽ 20 ആമ്പിയർ ആയിരിക്കും. ഇങ്ങനെ നമുക്ക് കളർ നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കളർ നോക്കിയിട്ടാണ് ഇതിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസാണ്. അപ്പോൾ ലോ റപ്ചറിങ് നമ്മൾ പറഞ്ഞു, അതിലെന്താണ് ഫെറൂൾ ടൈപ്പ് ഉണ്ട്, ഡയാസിഡ് സ്ക്രൂ ടൈപ്പ് ഉണ്ട്. ഇനി ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസാണ്, HRC ഫ്യൂസ് എന്നാണ് പറയുക. ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസ് ഇത് സിലിണ്ടറിക്കൽ ഷേപ്പുള്ള ആണ് സാധാരണയിൽ ഉണ്ടാവുക. ഇത്ര ആമ്പിയറാന്നൊക്കെ തമ്മിൽ ഉണ്ടാവും. സിലിണ്ടറിക്കൽ ഷേപ്പാണ് ഉണ്ടാവുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 കേപ്പൊക്കെ ഉണ്ട്, അതിനുള്ളിൽ ഉണ്ടാവും. ഇതുണ്ടാക്കിയത് എന്താണ്, സെറാമിക് ബോഡിയാണ്. എന്നിട്ട് ഗ്ലാസ് കൊണ്ടല്ല, സെറാമിക്കാണ്. എന്നിട്ട് എന്ത് ചെയ്യും, അതിനുള്ളിൽ ഫിൽഡ് വിത്ത് കെമിക്കലി ട്രീറ്റഡ് ഫില്ലിംഗ് പൗഡർ ഇതിൽ ഉണ്ടായിരിക്കും. ഇതിനുള്ളിൽ അതിന് ആർക്ക് കൊഞ്ച് ചെയ്യാനും വേണ്ടിയാണ്. പിന്നെ ആർക്ക് ഉണ്ടാകുമ്പോൾ അതിനെ ഇല്ലാതാക്കാനും വേണ്ടി അല്ലേ, ഹൈ ആമ്പിയർ ആകുമ്പോൾ നല്ല ആർക്ക് ഉണ്ടാവും. അപ്പോൾ ആർക്ക് ഇല്ലാതാക്കാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കെമിക്കലി ട്രീറ്റ് ചെയ്ത ഒരു പൗഡർ ഇതിനുള്ളിൽ ഫില്ല് ചെയ്യും. പിന്നെ ഇതിനുള്ളിൽ എന്താണ്, നമ്മൾ ഫ്യൂസ് എലമെൻറ്റ് എന്താണ് ഉപയോഗിക്കുന്നത്, സിൽവർ അലോയാണ് സാധാരണ ഫ്യൂസിങ് എലമെൻ്റായിട്ട് ഉപയോഗിക്കുക. അതെന്ത് ചെയ്യും, എക്സസീവ് കറണ്ട് വന്നാൽ ഇത് ഉരുകിപ്പോവും. സിൽവറാണ് സാധാരണ പിന്നെ ഫ്യൂസിങ് എലമെൻ്റായിട്ട് ഇതിൽ ഉപയോഗിക്കുക. നമുക്കറിയാം ഏറ്റവും പിന്നെ കറണ്ട് കടത്തി വിടുന്ന സാധനമാണ് സിൽവർ, അതായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൈസ കൂടുതലായിരിക്കും. ഈ HRC ഫ്യൂസ് ഉപയോഗിക്കുന്നത് ഹൈ പവർ സർക്യൂട്ടിലാണ്. ഹൈ പവർ സർക്യൂട്ടിലാണ് നമ്മൾ HRC ഫ്യൂസ് സാധാരണ ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ എന്താണ്, ഇത് ഫ്യൂസ് എലമെൻറ്റ്, ഇത് പോസിറ്റീവ് ബോഡിയാണ്. എന്താണ് ഇതിനുള്ളിൽ സിലിക്ക സാൻഡ് നമ്മൾ പറഞ്ഞു, എന്താണ് കെമിക്കലി ട്രീറ്റ് ചെയ്ത ഫില്ലിംഗ് പൗഡർ ഇതിൽ നിറച്ചിരിക്കും. പിന്നെ ഇതിൻ്റെ എലമെൻറ്റ് ഫ്യൂസിങ് എലമെൻ്റാണ്. പിന്നെ എൻഡ് ക്യാപ്പ്, 2 ഭാഗത്തും എൻഡ് ക്യാപ്പ് ഉണ്ടാവും. സെക്യൂറിങ് ലെഗ് അല്ലേ, ലെഗ് ഇവിടെ പിടിപ്പിക്കാൻ വേണ്ടിയുള്ള ലെഗ്, ഇതാണ് സാധനം. 2 ലെഗ് ഉണ്ട്, പിന്നെ ക്യാപ്പ് ഉണ്ട്. ഇത് ചിലപ്പോൾ ഡ്രോയിങ്ങിൽ വരക്കാൻ ചോദിച്ചേക്കാം. HRC ഫ്യൂസ് വരക്കാനും വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ്, HRC ഫ്യൂസ് നമ്മളൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ അത് ഓപ്പണാണ് സമയം വിത്തിൻ 0.013 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യും, HRC ഫ്യൂസ് ഓപ്പൺ ആവും. അപ്പോൾ ഹൈ റപ്ചറിങ് കപ്പാസിറ്റി പെട്ടെന്ന് എന്ത് ചെയ്യും, അതിന് ഒരു സെക്കൻഡിൻ്റെ വളരെ 0.013 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യും, ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ ഇതെന്ത് ചെയ്യും, ഈ ഫ്യൂസ് ഓപ്പൺ ആവും. പിന്നെന്താണ്, ഇറ്റ് ഹാസ് ആൻ ഇൻഡിക്കേറ്റർ ടു ഷോ ദ ഫ്യൂസ് ഹാസ് ബ്ലോൺ. ഫ്യൂസ് പൊട്ടിപ്പോയാൽ അത് പിന്നെ പൊട്ടിപ്പോയെന്ന് അറിയാനും വേണ്ടി ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടാവും, നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ എന്താണ്, HRC ഫ്യൂസിൻ്റെ ഫ്യൂസിങ് ഫാക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, 1.1 ആണ് ഫ്യൂസിങ് ഫാക്ടർ. അപ്പോൾ
പിന്നെ എന്താണ് റപ്ചറിങ് കപ്പാസിറ്റി കാണാനുള്ള ഒരു ഫ്യൂസിൻ്റെ പിന്നെ റപ്ചറിങ് കപ്പാസിറ്റി കാണാനുള്ള ഇക്വേഷൻ റപ്ചറിങ് കപ്പാസിറ്റി ഇൻ MVA ഈക്വൽ ടു ഫാൾട്ട് കറണ്ട് ഇൻ ആംബിയർ ഇൻറ്റു സർക്യൂട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ 10⁻⁶ കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം പിന്നെ ഫ്യൂസിൻ്റെ റപ്ചറിങ് കപ്പാസിറ്റി നമുക്ക് കാണാൻ പറ്റും. ഫാൾട്ട് കറണ്ട് ഇൻറ്റു സർക്യൂട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ 10⁻⁶ എന്ന് കണ്ടാൽ നമുക്ക് റപ്ചറിങ് കപ്പാസിറ്റി കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത് ഫ്യൂസുകളെ പറ്റിയാണ്. എക്സ്പ്ലെയിൻ പർപ്പസ് ഓഫ് ഫ്യൂസ് ഇൻ സർക്യൂട്ട്. സർക്യൂട്ടിൻ്റെ എന്താണ് പർപ്പസ് എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് അത് പിന്നെ ഈ ഫ്യൂസ് എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അല്ലേ. സീരീസ് ആയിട്ടാണ് എപ്പോഴും കണക്ട് ചെയ്യേണ്ടത്. എന്താണ് പിന്നെ ഫേസ് വയറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു പ്രൊട്ടക്റ്റീവ് ഡിവൈസാണ് നമ്മൾ പറഞ്ഞു. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്യൂസിനെ പറ്റി നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു. എല്ലാവരും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ഇലക്ട്രിക്കൽ ഫീൽഡ് നിന്നാലും ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിലൊക്കെ ഫ്യൂസ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അറിയൽ നമുക്ക് വളരെ അത്യാവശ്യമാണ്. എല്ലാവരും ക്ലാസ് കണ്ട് കേട്ട് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ MCBയും ELCBനെ പറ്റിയാണ്. MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, അപ്പോൾ തന്നെ ELCB എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളതാണ് സാധനം. അപ്പോൾ അതിനെപ്പറ്റിയാണ് അടുത്ത ക്ലാസ്. എല്ലാവരും ഇന്നത്തെ ക്ലാസ് കണ്ട് മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും നന്ദി.